الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 25 സ്ഥലങ്ങളിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ പേര് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഭാഗങ്ങളായിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. ഒന്ന്, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനവും തുടർന്ന് ദഅവത്തും, ഏതുവരെ? ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നത് വരെ. രണ്ടാമത്തെ ഭാഗം ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായിട്ട് രണ്ടാമത് ഭൂമിയിലേക്ക് വരും, പിന്നീട് അങ്ങോട്ട് ജീവിക്കും. അങ്ങനെ 2 ഭാഗങ്ങളായിട്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ ആദ്യ ഭാഗമാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജനനം ഒരു അത്ഭുതമാണ്. ഉപ്പയില്ലാതെ ജനിച്ച ആളാണ്. ഉമ്മ മറിയം. ഖുർആനിൽ പറയപ്പെട്ട ഏക പെണ്ണിൻ്റെ പേരാണ്, ഒരു പെണ്ണിൻ്റെ പേരാണ് മറിയം എന്നുള്ളത്. മറ്റൊരു പെണ്ണിൻ്റെ പേരും ഖുർആനിൽ പ്രതിപാദിച്ചിട്ടില്ല. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെയും നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഫിർഔന്റെ ഭാര്യയുടെയും ഒക്കെ സംഭവം ഖുർആനിലുണ്ട്. അവിടെയൊക്കെ ഇംറഅത്ത് എന്നാണ് ഉപയോഗിച്ചത്, പക്ഷെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ സൂചിപ്പിച്ചു, മാ മിൻ നബി ബനി ആദമ മൗലൂദുൻ ഇല്ലാ യമസ്സുഹു അശ്ശൈത്താനു ഹീന യൂലദ്. ആദം സന്തതികളിൽ, മനുഷ്യരിൽ ജനിക്കുന്ന ഓരോ കുട്ടിക്കും പിശാച് അവനെ ഒന്ന് കുത്തും. ആ സമയത്ത് യസ്തഹില്ലു സാരിഖ, ആ കുട്ടി ശബ്ദമെടുത്ത് ഉച്ചത്തിൽ കരയും. ആ പ്രസവിക്കുന്ന സമയം പിശാച് അവന് തൊടുന്നുണ്ട്, പിശാചിന് ഉപദ്രവം അവൻ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. ഗൈറ മറിയമ വബ്നിഹ, ഈസാ നബി അലൈഹിസ്സലാമിനും മറിയം ബീവിക്കും അതില്ല. പിശാചിന്റെ ഒരു ഉപദ്രവം അവർക്ക് ഉണ്ടാകൂല. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം. മറിയം ബീവിയുടെ ഉമ്മ ആ പ്രസവിക്കുന്ന സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്തു, ഇന്നി ഉഈദുഹാ ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു ഈ മകളുടെ വിഷയത്തിലും വദുർരിയതിഹ, ഈ മകളുടെ സന്താനങ്ങളുടെ വിഷയത്തിലും ഞാൻ നിന്നോട് അഭയം തേടുന്നു, മിനശ്ശൈത്വാനിർ റജീം, പിശാചിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. ആ ദുആയുടെ കാരണമായിട്ടാണ് പിശാചിന്റെ ഉപദ്രവം ഈ 2 ആൾക്കാർക്കും ഏൽക്കാത്തതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ആ ഒരു ശ്രേഷ്ഠത, ആ ഒരു സ്ഥാനം അവർക്കുണ്ട്. മറിയം ബീവി അലൈഹിസ്സലാം ഏറെ സ്ഥാനം നൽകപ്പെട്ട, അല്ലാഹു ഏറെ സ്ഥാനം നൽകിയൊരു വനിതയാണ്. നുബുവത്തില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്തുള്ള പെണ്ണുങ്ങളിൽപ്പെട്ട ആളാണ് മറിയം ബിൻത് ഇമ്രാൻ. മറിയം ബീവിയുടെ ഉമ്മ ഹന്ന ബിൻത് ഫാഖൂദ്, അവരുടെ ഭർത്താവാണ് ഇമ്രാൻ. അപ്പം ഇമ്രാൻ, ഹന്ന എന്നീ ദമ്പതികൾക്കാണ് മറിയം ബീവി ജനിക്കുന്നത്. മറിയം ബീവിയുടെ ഉമ്മ ഗർഭിണിയാകുന്ന സമയം അവൾ ആ കുട്ടിയെ നേർച്ചയാക്കി.
പണ്ടൊരു ശീലമുണ്ടായിരുന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കുട്ടികളെ നേർച്ചയാക്കും. ആ കുട്ടി ജനിച്ചാൽ പിന്നെ ആ കുട്ടി വളരുന്നതൊക്കെ എന്താണ്, ബൈത്തുൽ മുഖദ്ദസിലാണ്. പിന്നെ അവിടുത്തെ പരിചാരകനായി അവിടുത്തെ ജോലികൾ ചെയ്ത് മരണം വരെ ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭവം എടുത്ത് പറയാണ്, ഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി. ഇമ്രാന്റെ ഭാര്യ തന്റെ വയറ്റിലുള്ള കുട്ടിയെ നേർച്ചയാക്കിയ ആ സന്ദർഭം, ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. നേർച്ചയാക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത്, അള്ളാഹുവെ എൻ്റെ ഈ നേർച്ച നീ സ്വീകരിക്കണമെന്ന്. പക്ഷെ ആൺകുട്ടിയാകുമെന്ന പ്രതീക്ഷയിലാണ് നേർച്ചയാക്കിയതും ദുആ ചെയ്തത്. ഫലമ്മ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ. പക്ഷെ പ്രസവിച്ചപ്പോൾ കുട്ടി പെണ്ണായി. അപ്പം മറിയമ്പിയുടെ ഉമ്മ പറഞ്ഞു, റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ, അല്ലാഹുവേ ഞാൻ പ്രസവിച്ചത് പെണ്ണാണ്. വല്ലാഹു അഅലമു ബിമാ വളഅത്, പക്ഷെ അല്ലാഹുവിന് അറിയാം പെണ്ണാണ് പ്രസവിച്ചത്. വലൈസ ദകറു കൽ ഉൻസ, എന്തല്ല ആണ് പെണ്ണിനെ പോലെയല്ല. ആണും പെണ്ണും ഒരിക്കലും എന്തെയില്ല തുല്യമാവുകയില്ല. അത് ഖുർആൻ ഖണ്ഡിതമായി പ്രഖ്യാപിച്ചെടുക്കൽ ഇതാണ്, പ്രഖ്യാപനമാണ്. ഒരിക്കലും ആണും പെണ്ണും തുല്യമാവുകയില്ല. ഏത് മേഖല നോക്കിയാലും അവർ രണ്ടും രണ്ടാണ്. വലൈസ ദകറു കൽ ഉൻസ വഇന്നി സമ്മൈതുഹാ മറിയം, ഞാൻ അവൾക്ക് മറിയം എന്ന് പേര് വെച്ചു. മറിയം ബീവിയെ പ്രസവിക്കുന്ന ആ സമയം, അതിന്റെ മുമ്പ് തന്നെ എന്തുണ്ട്, ഇമ്രാൻ മരണപ്പെട്ടു. മറിയം ബീവിയുടെ പിതാവ് ഇമ്രാൻ മരണപ്പെട്ടു. പ്രസവിച്ചതിന് ശേഷം കുട്ടി വളർന്ന് വലുതാണ്. ബനു ഇസ്രായേലും സക്കരിയ നബി അലൈഹിസ്സലാമിനും തമ്മിൽ തർക്കമായി. ആരാണ് മറിയം ബീവിയെ ഏറ്റെടുക്കുക, ആരാണ് നോക്കുക, ഉത്തരവാദിത്തം ആരേറ്റെടുക്കണം? ബനു ഇസ്രായേൽ പറഞ്ഞു, ഇമ്രാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു വലിയ ആലിമായിരുന്നു, അപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ആലിമിന്റെ മകളെ നമ്മൾ നോക്കും, നമ്മൾ ഏറ്റെടുക്കും. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, സക്കരിയ നബി അലൈഹിസ്സലാമും മറിയം ബീവിയും തമ്മിലുള്ള ബന്ധം, മറിയം ബീവിയുടെ ഉമ്മ ഹന്ന ബിൻത് ഫാഖൂദ്, ഈ ഹന്ന ബിൻത് ഫാഖൂദിന്റെ സഹോദരിയാണ് അഷ്ബ ബിൻത് ഫാഖൂദ്. ആ അഷ്ബ ബിൻത് ഫാഖൂദിന്റെ ഭർത്താവാണ് സക്കരിയ നബി അലൈഹിസ്സലാം, അഥവാ മറിയം ബീവിയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവ്. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ മകളാണ്, അപ്പൊ ഞാനാണ് ഏറ്റവും അർഹതപ്പെട്ടത് വളർത്താൻ. അയാൾ തമ്മിൽ തർക്കമായി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം കാണാം. ഈ സംഭവങ്ങളൊക്കെ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവങ്ങൾ തൗറാത്തിലും ഇഞ്ചീലിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മക്കത്തെ ആൾക്കാർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്തുള്ള ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഈ സംഭവങ്ങളൊക്കെ അറിയാം. അവർ തൗറാത്തിലും ഇഞ്ചീലും കണ്ടിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൗറാത്ത് പരിചയമില്ല, ഇഞ്ചീൽ പരിചയമില്ല. കാരണം മക്കത്താണ് ജീവിച്ചത്, ഉമ്മിയായിട്ടാണ് ജീവിച്ചത്. റസൂൽ ഈ സംഭവങ്ങൾ പറയുന്നത്, ഖുർആൻ ഇത് പറയുമ്പം ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ശരിക്കും ബോധ്യപ്പെട്ടു അള്ളാഹുവിന്റെ റസൂലാണ് മുഹമ്മദ്. പക്ഷെ എന്തില്ല, അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അള്ളാഹു പറഞ്ഞില്ല ജൂതന്മാർക്ക്, അവർ സ്വന്തം മക്കൾ അറിയുന്നത് പോലെ റസൂലിന്റെ നുബുവത്തിനെ അവർക്ക് അറിയും, റസൂലിന്റെ റിസാലത്തിനെ അവർക്ക് അറിയും. പക്ഷെ തൗറാത്തിലും ഇഞ്ചീലും അവർ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ ആഗ്രഹിച്ചതുപോലെ ഇസ്ഹാഖിന്റെ പരമ്പരയിലല്ല റസൂൽ വന്നത്, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിലിന്റെ പരമ്പരയിലാണ് വന്നത്. അതുകൊണ്ടാണ് അവർ അംഗീകരിക്കാതിരുന്നത്. അപ്പൊ അല്ലാഹു പറയാണ്, വമാ ദാലിക മിൻ അംബാഇൽ ഗൈബി നൂഹിഹി ഇലൈക്, പ്രവാചകരെ ഈ സംഭവങ്ങളൊക്കെ നാം നിങ്ങൾക്ക് വഹ്യായിട്ട് അറിയിക്കുന്ന ഗൈബിയായ കാര്യങ്ങളാണ്, മുമ്പെപ്പോ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. വമാ കുൻത ലദൈഹിം, താങ്കൾ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. ആരുടെ കൂടെ? സക്കരിയ നബി അലൈഹിസ്സലാമിന്റെയും ബനൂ ഇസ്രായേലിന്റെയും കൂടെ താങ്കൾ ഉണ്ടായിരുന്നില്ല. ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം, അവരിൽ ആരാണ് മറിയത്തിനെ വളർത്താൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആള് എന്ന് തർക്കത്തിലായപ്പോ അവർക്കിടയിൽ ഒരു പരിഹാരം കാണാൻ അവരുടെ എല്ലാവരുടെയും പേനകൾ പുഴയിലേക്ക് എറിയാൻ പറഞ്ഞു. ഇദ് യുൽഖൂന അഖ്ലാമഹും, അവരുടെ പേനകളൊക്കെ പുഴയിലേക്ക് എറിഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ എല്ലാവരുടെ പേനയും പുഴയിൽ ഒഴുകിപ്പോയി.
സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പേന ഒഴുകാതെ ബാക്കിയായി. അങ്ങനെയാണ് സക്കരിയ നബി അലൈഹിസ്സലാമിന് മറിയം ബീവിയെ കിട്ടുന്നത്. ഖുർആൻ ആ രീതിയിലാണ് അത് പരിചയപ്പെടുത്തിയത്. സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയെ ബൈത്തുൽ മുഖദ്ദസിൽ താമസിപ്പിച്ചു. ബൈത്തുൽ മുഖദ്ദസിൽ മിഹ്റാബിൽ താമസിപ്പിച്ചു. മിഹ്റാബ് എന്നുള്ളത് നമ്മുടെ പള്ളിയിൽ ഇതാണ് മിഹ്റാബ് അല്ലെ. ബൈത്തുൽ മുഖദ്ദസത്തിന്റെ മിഹ്റാബ് നമ്മൾ ക്രിസ്ത്യൻ പള്ളിയിൽ പോയാൽ കാണാം. ക്രിസ്ത്യൻ പള്ളിയിൽ മുമ്പിൽ ആൾക്കാർ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാവും, പിന്നെ ഒരു ഉയർന്ന സ്ഥലം ഉണ്ടാവും. പള്ളിയിൽ അച്ഛന്മാർ അവരൊക്കെ നിൽക്കുന്നത്, അതിനാണ് മിഹ്റാബ് എന്ന് പറയാം. ബൈത്തുൽ മുഖദ്ദസിൽ ആ മിഹ്റാബ് അന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്താണ് മറിയം ബീവിയെ സക്കരിയ നബി അലൈഹിസ്സലാം താമസിപ്പിച്ചത്. അവിടെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി. സക്കരിയ നബി സ്വലം ഇടക്കിടക്ക് ചെന്ന് അന്വേഷിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു ദിവസം കയറി ചെല്ലുമ്പോഴാണ് മറിയം ബീവിയുടെ അടുക്കൽ ആ കാലഘട്ടത്തിൽ കിട്ടാത്ത, ആ നാട്ടിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ കാണുന്നത്. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ. സക്കരിയ നബി അലൈഹിസ്സലാം ആ മിഹ്റാബിലേക്ക് ചെല്ലുമ്പോഴൊക്കെയും കാണുന്നത് വജദ ഇൻദഹാ റിസ്ഖ. അവിടെ സക്കരിയ നബി അലൈഹിസ്സലാം കൊടുക്കാത്ത റിസ്ഖാണ് അവിടെ കാണുന്നത്, ഭക്ഷണമാണ് അവിടെ കാണുന്നത്. ആ സമയത്ത് ചോദിച്ചു, ഖാല യാ മറിയമു അന്നാ ലകി ഹാദാ. മറിയമേ, ഇത് എവിടുന്നാ കിട്ടിയത്? അന്നാ ലകി ഹാദാ, ഞാൻ കൊണ്ടുതരാതെ നിനക്ക് എവിടുന്ന് ഈ കിട്ടി, ഈ ഭക്ഷണം കിട്ടി? അത് അത്ഭുതം കൊണ്ട് ചോദിച്ചത്, അത് ആരും അറിയാൻ വേണ്ടി ചോദിച്ചതല്ല, മറിച്ച് അത്ഭുതം കൊണ്ട് ചോദിച്ചതാണ്. കാരണം ആ നാട്ടിൽ കിട്ടാത്ത പഴമാണ്, ആ കാലഘട്ടത്തിൽ കിട്ടാത്ത പഴമാണ്. അപ്പൊ മറിയം ബി പറഞ്ഞു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അത് എൻ്റെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒരു കണക്കുമില്ലാതെ അല്ലാഹു കൊടുക്കും. അവ കിട്ടുന്ന പാടാണ് ഈ ചരിത്ര സംഭവത്തിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാടാണ്. അല്ലാഹു ഉദ്ദേശിച്ചാൽ നമ്മുടെ കയ്യിൽ കിട്ടേണ്ടതാണെങ്കിൽ അത് കിട്ടും. അല്ലാഹു നമുക്ക് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് കിട്ടൂല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയുന്നവനില്ല, ഇനി നീ തടഞ്ഞത് നൽകുന്നവനുമില്ല. അതൊരു യഖീൻ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. എന്നാൽ നഷ്ടപ്പെട്ടത് നമ്മൾ എന്തില്ല, അധികമായി ഖേദിക്കൂല, അധികമായിട്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകൂല. എന്തെങ്കിലും കിട്ടിയാൽ അമിതമായി ആഹ്ലാദിച്ച് അള്ളാഹുവിനെയും ആഖിറത്തിനെയും നമ്മൾ മറക്കൂല. ആ ചിന്തയുണ്ടെങ്കിൽ എല്ലാം അള്ളാഹിന്റെ കയ്യിലാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പിടിച്ചു വെക്കും. അള്ളാഹുനോട് ചോദിക്കാം നമ്മൾ ആവശ്യത്തിനനുസരിച്ച്. അപ്പൊ ഈ സംഭവം കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം കണ്ടു. സക്കരിയ നബി എന്താ ചെയ്തത്? ആ സമയം അല്ലാഹു പറയാണ്, ഹുനാലിക ദഅ സക്കരിയ റബ്ബ. ഹുനാലിക, അവിടെ തന്നെ, ആ സ്ഥലത്ത് നിന്നുകൊണ്ട്, ആ മിഹ്റാബിൽ നിന്നുകൊണ്ട് സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു. സക്കരിയ നബി അലൈഹിസ്സലാമിന് വയസ്സായി, ഭാര്യക്കും വയസ്സായി, സക്കരിയ നബി അലൈഹിസ്സലാമിന് വയസ്സായി, മക്കളില്ല. മക്കൾ ഉണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും ഇല്ലാതായിരിക്കുന്നു, ദുനിയാവിലെ എല്ലാ സബബുകളും ഇല്ലാതായിരിക്കുന്നു, വയസ്സായിട്ടുണ്ട്. പക്ഷെ മറിയം ബീവിക്ക് ഇങ്ങനെ ഈ ഭക്ഷണം എത്തിച്ചു കൊടുത്ത് കണ്ടപ്പോ സക്കരിയ നബി അലൈഹി സ്വലാം ഓർമ്മ വന്നത്, അള്ളാഹു അതിന് കഴിവുള്ളവനാണ്, ആ അള്ളാഹുവിന് എനിക്കൊരു മക്കളെ തരാനും കഴിവുള്ളവനാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ എല്ലാവരും മറിയം ബീവിക്ക് ചുറ്റുമായിരിക്കും ആവശ്യങ്ങൾ തേടിക്കൊണ്ട്. പക്ഷെ സക്കരിയ നബി അലൈഹി സ്വലാം അങ്ങനെയല്ല ചെയ്തത്. ഹുനാലിക ദഅ സക്കരിയ റബ്ബ. മറിയം ബീവിക്ക് അത് കൊടുത്ത റബ്ബിനോട് അവിടുന്ന് സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ, നിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ത്വയ്യിബായ, പരിശുദ്ധിയുള്ള ഒരു കുട്ടിയെ നീ എനിക്ക് സമ്മാനമായി നൽകണമേ. അതാണ് ദുആ. ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, നീ ദുആ കേൾക്കുന്നവനാണ്. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ ഇതാണ് ഒരു ഭാഗത്ത്. ഇനി സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ കുറച്ചുകൂടി വിശാലമായിട്ട് പറയുന്നുണ്ട്. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം എങ്ങനെ? നിദാഅൻ ഖഫിയ, ഖഫിയായിട്ട്, പതുക്കെ, ഹൃദയത്തിന്റെ ഭാഷയിലാണ് അല്ലാഹുവിനെ വിളിച്ചത്. അപ്പൊ ദുആന്റെ രീതി അതാണ്, അത് പഠിപ്പിക്കണം അല്ലാഹു ആ രീതിയിൽ പറഞ്ഞത്. സക്കരിയ നബി അലൈഹിസ്സലാം അന്ന് ആ ദുആ ചെയ്തത് തന്റെ റബ്ബിനോട് ഹൃദയത്തിന്റെ ഭാഷയിലാണ്, നിദാഅൻ ഖഫിയ. ആരും കേട്ടിട്ടില്ല, മൈക്ക് വെച്ചിട്ട് ഒച്ചത്തിൽ ബഹളം വെച്ചിട്ടില്ല, മനസ്സിന്റെ ഭാഷയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഖാല
റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി, അല്ലാഹുവേ എൻ്റെ എല്ലുകൾ ബലമില്ലാതായിരിക്കുന്നു, ക്ഷയിച്ചിരിക്കുന്നു. വസ്തഅല റഅസു ശൈബ, എൻ്റെ തലമുടി നരയാൽ വെട്ടിത്തിളങ്ങുന്നു. അതായത് വാർദ്ധക്യത്തെ അറിയിക്കാൻ, എനിക്ക് പ്രായമായതെന്ന് അറിയിക്കാൻ. പക്ഷെ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ, അല്ലാഹുവേ എൻ്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ നിന്നോട് ദുആ ചെയ്തതിൽ ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അഥവാ ഇതേവരെ ദുആ ചെയ്തതിലൊക്കെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എനിക്ക് പ്രതീക്ഷ ഇല്ലാതില്ല, പ്രതീക്ഷയുണ്ട്. ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് പ്രതീക്ഷ അസ്തമിച്ചിട്ടുണ്ട്. പക്ഷെ നിന്റെ ഖുദ്റത്തിൽ നീ നൽകുമെന്ന പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല റബ്ബേ. وإني خفت الموالي من ورائي وكانت امرأتي عاقرة, അല്ലാഹുവേ എൻ്റെ കുടുംബത്തിൽ എനിക്ക് ശേഷം എൻ്റെ ഒരു പിൻതലമുറക്കാരൻ ഇല്ല എന്ന് തന്നെ ഭയപ്പെടുത്തുന്നു, ഞാൻ പേടിക്കുന്നു. ഈ തൗഹീദ് പിന്നീട് കൊണ്ടു നടക്കാൻ എനിക്ക് പിൻതലമുറക്കാരില്ല. വംറഅതി ആഖിറ, എൻ്റെ ഭാര്യ മച്ചിയാണ്, അവൾ പ്രസവിക്കുകയുമില്ല. ഫഹബിലി മിൻ ലദുൻക, അല്ലാഹുവേ നിന്റെ ഭാഗത്ത് നിന്ന് സമ്മാനമായിട്ട് നിനക്കൊരു കുട്ടിയെ താ. അതാണ് ദുആ. പ്രിയപ്പെട്ടവരെ, രണ്ട് സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കറിയ നബി അലൈഹിസ്സലാമിന്റെ ദുആ പറയുന്നത്. സൂറത്ത് ആലി ഇംറാൻ, സൂറത്ത് മറിയം. എന്തിന്? നമുക്ക് ആ ദുആയിൽ ഏറെ പഠിക്കാനുണ്ട്. ഒരു കാര്യം കാണുമ്പോൾ, എന്തെങ്കിലും ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് ബന്ധപ്പെടുത്തി നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. സൂറത്ത് ആലി ഇംറാൻ ബാക്കി പറയാൻ. സക്കറിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്ത് അവിടെ നിൽക്കാൻ. ഫനാദതുൽ മലായിക, മലക്കുകൾ അപ്പോഴേക്കും വന്ന് വിളിച്ചു സക്കറിയ നബി അലൈഹിസ്സലാമിനെ. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്, അതേ മിഹ്റാബിൽ നിന്നുകൊണ്ട് സക്കറിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തുകൊണ്ടിരിക്കെ മലക്കുകൾ വന്നു. അത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടി ദുആ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആയിൽ ഒരിക്കലും അശ്രദ്ധനല്ല. നമ്മളെ ദുആ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചോദിച്ചാൽ മതി, നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞാൽ മതി. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും, നിങ്ങളുടെ ദുആ ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരിഗണിക്കുകയില്ല. അല്ലാഹുക്ക് ദുആ വേണം, അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ചോദിക്കുന്നില്ലെങ്കിൽ അല്ലാഹു നമ്മളെ പരിഗണിക്കില്ല. ഖുർആന്റെ വാക്കാണ്. അതുകൊണ്ട് ആവശ്യങ്ങളൊക്കെ അല്ലാഹുവിനോട് ചോദിക്കുക. എന്തും ഏതും അല്ലാഹുവിനോട് ചോദിക്കുക, ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും. അതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകും. മലക്കുകൾ എന്ത് ചെയ്തു? സന്തോഷ വാർത്ത അറിയിച്ചു. യഹ്യ എന്ന പേരുള്ള ഒരു മകനെ അല്ലാഹു കൊടുത്തു. ആ മകനെ അല്ലാഹു എന്തേക്ക് നബിയുമാക്കി സന്തോഷ വാർത്ത അറിയിച്ചു. അത് മറിയം ബീവിയുടെ ആ സംഭവം പറയുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പറഞ്ഞ ചെറിയൊരു ചരിത്ര സംഭവമാണ്. ഇനി മറിയം ബീവി അലൈഹിസ്സലാം ഗർഭിണിയാവുന്നു. അങ്ങനെ ആ ബൈത്തുൽ മുഖദ്ദസിൽ ജീവിക്കാൻ, പരിശുദ്ധയായി ഇബാദത്തിലായി ജീവിക്കാൻ. ആ സമയത്ത് വദ്കുർ ഫിൽ കിതാബി മറിയം, പ്രവാചകനെ അങ്ങ് ഖുർആനിൽ മറിയം ബീവിയെ കുറിച്ച് പറയുക. ഇദിൻതബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യ, മറിയം ബീവി എല്ലാവരിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിക്കൊണ്ട് ഇബാദത്തിലായി കഴിയുന്ന സമയം. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബ, എല്ലാവരിൽ നിന്നും മറ സ്വീകരിച്ചിട്ടുണ്ട്. പെണ്ണാണ്, ഹിജാബ് ഉണ്ട്, ഹിജാബിന്റെ പിറകിലാണ്. ആ സമയത്ത് ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, നാം ജിബ്രീൽ അലൈഹിസ്സലാമിനെ അവിടേക്ക് അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, ജിബ്രീൽ അലൈഹിസ്സലാം നല്ല മനുഷ്യ രൂപത്തിലാണ് മറിയം ബീവിയുടെ അടുക്കലേക്ക് വന്നത്. മറിയം ബീവിക്ക് മനസ്സിലായിട്ടില്ല. മലക്കുകൾ മനുഷ്യ രൂപത്തിൽ വരും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചറിയാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്കും ജിബ്രീൽ അലൈഹിസ്സലാം പല കുറി മനുഷ്യ രൂപത്തിൽ വന്നിട്ടുണ്ട്. സഹാബാക്കൾ കണ്ടിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും തിരിച്ചറിഞ്ഞിട്ടില്ല ഇത് ജിബ്രീലാണെന്ന്. ജിബ്രീൽ പോയതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അറിയിച്ചു കൊടുത്തത് ജിബ്രീലാണ് വന്നത് എന്ന്. മറിയം ബീവി അറിഞ്ഞില്ല. മറിയം ബീവി പറഞ്ഞു, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ, നീ അല്ലാഹുവിനെ പേടിക്കുന്നവനാണെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് നിന്നിൽ നിന്നും അഭയം തേടുന്നു. പക്ഷെ അപ്പോൾ ആ മലക്ക് പറഞ്ഞു, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക, നിന്റെ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ദൂതനാണ് ഞാൻ വന്നത്. ലിഅഹബലകി ഗുലാമൻ സകിയ, നല്ല പരിശുദ്ധനായ ഒരു കുട്ടിയെ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്.
മറിയംബിയുടെ തിരിച്ചു ചോദ്യം, ഖാലത് അന്നാ യകൂനു ലീ ഗുലാമുൻ, എനിക്ക് എങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും? വലം യംസസ്നി ബശറുൻ, ഒരു മനുഷ്യനും എന്നെ ഇതുവരെ തൊട്ടിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാവും? വലം അകു ബഗിയ, ഞാനൊരു വേശ്യയുമല്ല, ഞാനൊരു വ്യഭിചാരി പെണ്ണുമല്ല, എന്നൊരു മനുഷ്യൻ തൊട്ടിട്ടുമില്ല, പിന്നെ എങ്ങനെ എനിക്ക് കുട്ടി ഉണ്ടാകും? ഖാല, മലക്ക് ജിബ്രീൽ പറഞ്ഞു, കദാലികി ഖാല റബ്ബുകി, നിന്റെ റബ്ബ് അങ്ങനെയാണ് പറഞ്ഞത്. ഹുവ അലയ്യ ഹയ്യിനുൻ, അത് അല്ലാഹുവിന് നിസാരമാണ്. അല്ലാഹുവിനത് ഇപ്പൊ ഇല്ലാതെ കുട്ടി ഉണ്ടാക്കാൻ അല്ലാഹുവിന് നിസാരമാണ്. നിന്റെ റബ്ബ് അങ്ങനെയാണ് തീരുമാനിച്ചത്. വലിനജഅലഹു ആയതൻ ലിന്നാസ്, ആ കുട്ടിയെ അല്ലാഹു മനുഷ്യർക്കൊരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്യും. അങ്ങനെയാണ് മറിയം ബീവി അലൈഹിസ്സലാം ഗർഭിണിയാകുന്നത്. ഗർഭിണിയാകുന്ന സമയം ബനൂ ഇസ്രായേലിന് അത്രയും ദേഷ്യമുണ്ട്. കാരണം മറിയം ബീവിയെ കൂടെ കിട്ടിയിട്ടില്ല. ആ പകയും ദേഷ്യവും ജൂതന്മാർ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും. മറിയം ബീവി അലൈഹിസ്സലാം അവരിൽ നിന്നൊക്കെ മാറി താമസിച്ചു. ഫഹമലത്ഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ, ഖസിയ എന്ന് പറഞ്ഞ വിദൂരമായ ഒരു സ്ഥലത്ത് മറിയം ബീവി മാറി താമസിച്ചു. ആൾക്കാരിൽ നിന്നൊക്കെ മാറിയിട്ടു, ഉപദ്രവം സഹിക്കാൻ കഴിയാതെ, ആക്ഷേപങ്ങൾ സഹിക്കാൻ കഴിയാതെ. ഫജാഅഹൽ മഖാദു, പക്ഷെ ആ ഒറ്റക്ക് താമസിക്കുന്നതിനിടയിൽ പ്രസവ വേദന വന്നു. ഫജാഅഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖ്ല, ആ പ്രസവ വേദന മറിയം ബീവിയെ കൊണ്ടെത്തിച്ചത് ഒരു ഈന്തപ്പന മരച്ചുവട്ടിലാണ്. ഖാലത്, ആ സമയത്ത് ഒരു ഭാഗത്ത് പ്രസവത്തിന്റെ വേദന, മറുഭാഗത്ത് ജനങ്ങളുടെ കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ഉപദ്രവങ്ങളും. മറിയം ബീവി പറഞ്ഞു, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതിന്റെ മുമ്പൊന്ന് മരിച്ചാൽ മതിയായിരുന്നു. സഹിക്കാൻ കഴിയാത്തത്, ആക്ഷേപങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല, പ്രസവത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല, കൂടെ സഹകരിക്കാനോ ആരുമില്ല, സഹായിക്കാനോ ആരുമില്ല. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ, ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മരിച്ചാൽ മതിയായിരുന്നു. വകുന്തു നസിയം മൻസിയ, ആരാലും അറിയപ്പെടാതെ അങ്ങ് ഇല്ലാതായ മതിയായിരുന്നു, എല്ലാവരും മറന്ന് ഇല്ലാതായ മതിയായിരുന്നു. കാരണം ആ അഭിമാനത്തിനെ പരിക്കേൽപ്പിക്കുന്ന സമയം ആ മനസ്സിന്റെ വേദനയാണത്, പ്രയാസം സഹിക്കാൻ കഴിയുന്നില്ല, ആരോടും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ആ രീതിയിൽ മറിയം ബീവി അലൈഹിസ്സലാം പ്രയാസപ്പെട്ടു. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഫനാദാഹ മിൻ തഹ്തിഹ, അല്ലാഹു വിളിക്കുന്നത് മിൻ തഹ്തിഹ, ആ മരത്തിന്റെ അടിഭാഗത്ത് നിന്ന്, അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, നീ സങ്കടപ്പെടേണ്ട, അല്ലാഹു ഒരു പോംവഴി നിനക്ക് കാണിച്ചു തരും. വഹുസ്സി ഇലൈകി ബിജിദ്ഇൻ നഖ്ലതി തുസാഖിത് അലൈകി റുതബൻ ജനിയ, ആ ഈത്തപ്പന മരം പിടിച്ചൊന്ന് കുലുക്കാൻ പറഞ്ഞു. ഈത്തപ്പന മരം കണ്ടിട്ടില്ലേ, തെങ്ങ് പോലെയാണ്, അതൊന്ന് കുലുക്കാൻ പറഞ്ഞു. അത് കുലുക്കിയപ്പോൾ അതിന് നല്ല ഈത്തപ്പഴങ്ങൾ വീണു. ഫകുലി വശ്റബി, നീ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. ഫഖർരി ഐന, നിനക്ക് കൺകുളിർമയാവുകയും ചെയ്യുക. കാരണം ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദ, ഇനി മനുഷ്യരിൽ നിന്ന് ആരെങ്കിലും കണ്ടാൽ, മറ്റുള്ളവർ ആരെങ്കിലും നിന്നെ കണ്ടാൽ, നീ പ്രസവിച്ചതായിട്ട് കണ്ട് നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ, ഫഖൂലി, നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ അല്ലാഹുവിന് വേണ്ടിയിട്ട് വ്രതത്തിലാണ്, നോമ്പിലാണ്, ഞാൻ ആരോടും സംസാരിക്കുകയില്ല. ആ രീതിയിലുള്ള നോമ്പാണ്, വ്രതമായിരുന്നു എന്ന് അല്ലാഹു പറഞ്ഞോട്ടെ, നീ അങ്ങനെ പറയണം. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ഇന്ന് ഒരാളോടും സംസാരിക്കുകയില്ല, ഞാൻ വ്രതത്തിലാണെന്ന് നീ മനുഷ്യരോട് പറയണം. അങ്ങനെ ആ വാക്ക് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ആരോഗ്യം വന്ന് പ്രസവത്തിന് ശേഷം കുട്ടിയെയും എടുത്തിട്ട് മറിയം ബീവി ജനമധ്യത്തിലേക്ക് പോവാണ്. ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലു, ആ കുട്ടിയെയും എടുത്തിട്ട് ആ മധ്യത്തിലേക്ക് മറിയം ബീവി വന്നു. ഖാലു, അവർ പറഞ്ഞു, യാ മറിയം ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയ, മറിയമേ, നീ ചെയ്തത് വളരെ നീചമായ പ്രവർത്തനമാണ്. കല്യാണം കഴിക്കാതെ നീ ഒരു കുട്ടിയുമായിട്ടാണ് ജനമധ്യത്തിലേക്ക് വന്നത്. യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ, ഹാറൂൻ, അത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരനല്ല, ആ ഇമ്രാന്റെ കുടുംബത്തിലുള്ള ഒരു വലിയ കാരണവരാണ്, വലിയ അറിയപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിലേക്ക് ചേർത്ത് പറയാം, മറിയം ബീവിയുടെ കുടുംബക്കാരനാണ്. ഹാറൂന്റെ പെങ്ങളെ, നിന്റെ ഉപ്പ ഒരു മോശക്കാരനായിരുന്നില്ല, നിന്റെ ഉമ്മ ഒരു വേശ്യയായിരുന്നില്ല, പക്ഷെ നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, നീ എന്താണ് ഇത്ര വലിയ നീചവൃത്തി ചെയ്തത്? ഫഅശാറത് ഇലൈഹി, മറിയം ബീവി അലൈഹിസ്സലാം ഒന്നും മറുപടി പറഞ്ഞില്ല. ഫഅശാറത് ഇലൈഹി, തൊട്ടിൽ കിടക്കുന്ന ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് വിരൽ ചൂണ്ടി. ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യ,
അപ്പൊ അവർ ചോദിച്ചു, മറിയമെ തൊട്ടിൽ കിടക്കുന്ന ഈ ചെറിയ കുട്ടി എങ്ങനെയാണ് സംസാരിക്കുക, നമ്മൾ എങ്ങനെയാണ് അവനോട് സംസാരിക്കുക? ഖാല, ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു. ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, അല്ലാഹു എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട്, എന്നെ നബിയാക്കിയിട്ടുണ്ട്. ഇതാണ് ആദ്യമായിട്ട് ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്നത്. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹു എനിക്ക് ഗ്രന്ഥം നൽകിയിട്ടുണ്ട്, അള്ളാഹു എന്നെ നബിയാക്കിയിട്ടുണ്ട്, പ്രവാചകനാക്കിയിട്ടുണ്ട്. അവിടെ നമ്മൾ കാര്യം ശ്രദ്ധിക്കേണ്ടത്, തൊട്ടിൽ കിടന്നുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് എന്നെ നബിയാക്കിയിട്ടുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു തൊട്ടിൽ വെച്ച് തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന് നുബുവത്ത് കിട്ടിയിട്ടുണ്ട്, നബിയായിട്ടുണ്ട്. പക്ഷെ മറുവിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഇല്ല, നുബുവത്തിനൊരു പ്രായമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സാണ്. അപ്പം നുബുവത്ത് സ്വീകരിക്കാൻ, റിസാലത്ത് ഏറ്റെടുക്കാൻ ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിലെ നുബുവത്ത് കിട്ടൂ. പക്ഷെ ഈസാ നബി അലൈഹിസ്സലാം അന്നാ പറഞ്ഞത് ഇനി ഞാൻ ആകും എന്നൊരർത്ഥത്തിലാണ്. അതാണ് പണ്ഡിതന്മാരൊക്കെ പ്രബലമായ അഭിപ്രായമായിട്ട് പറയുന്നത്. നുബുവത്തിന് എന്തുണ്ട്? ഒരു പ്രായമുണ്ട്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം സംസാരിച്ചു. ഈസാ നബി അലൈഹിസ്സലാമിന്റെ സംസാരത്തോടുകൂടി മറ്റുള്ളവർക്ക് എന്ത് ഉത്തരം മുട്ടി. പക്ഷെ എന്നാലും അവർ ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയം ബീവിയെയും ഉപദ്രവിച്ചു. ഒരു രീതിയിലും ഒരു നാട്ടിലും സ്വസ്ഥതയോടെ താമസിക്കാൻ അനുവദിച്ചില്ല. ഓരോ നാടും മാറി 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 സഞ്ചരിച്ചു. അവസാനം ഈസാ നബി അലൈഹിസ്സലാം ദഅവത്ത് ആരംഭിച്ചു. വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ബനു ഇസ്രായീലരെ ഞാൻ നിങ്ങളിലേക്കുള്ള ഒരു ദൂതനാണ്, റസൂലാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എനിക്ക് മുമ്പ് തൗറാത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വന്നൊരു റസൂലാണ് ഞാൻ. അങ്ങനെ ദഅവത്ത് ആരംഭിച്ചു. ആ സമയത്ത് ബനു ഇസ്രായീൽ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാ. ഈസാ, നീ പറയുന്ന റബ്ബുണ്ടല്ലോ, ആ റബ്ബിന് ആകാശത്തു നിന്നൊരു ഭക്ഷണത്തളിക, ഭക്ഷണത്തോടുകൂടി നമുക്ക് ഇറക്കി തരാൻ കഴിയുമോ? ഖാലത് തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ. അവർ ആ ചോദിച്ചപ്പോഴേ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ കഴിവിൽ നിങ്ങൾ സംശയിക്കരുത്. അപ്പോൾ അവർ മറുപടി പറഞ്ഞു, ഖാലു നുരീദു അൻ നഅകുല മിൻഹാ വതത്മഇന്ന ഖുലൂബുനാ. ഈസാ, ആ ഭക്ഷണത്തിൽ, അല്ലാഹു ആകാശത്തു നിന്ന് ഇറക്കി തന്ന ഭക്ഷണത്തിൽ നിന്നും കടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്കതൊരു സമാധാനവുമാണ്. വനഅലമ അൻ ഖദ് സദഖതനാ വനകൂന അലൈഹാ മിനശ് ഷാഹിദീൻ, നീ പറയുന്നതൊക്കെ സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് ബനൂ ഇസ്രായേൽ ഈസാ നബി അലൈഹിസ്സലാമിനോട് ഭക്ഷണം ഇറക്കി തരാൻ പറയുന്നത്. ഖാല ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു അല്ലാഹുവിനോട്, അല്ലാഹുമ്മ റബ്ബനാ അൻസിൽ അലൈനാ മാഇദതൻ മിനസ് സമാ, അല്ലാഹുവേ ഇവർക്ക് നീ ആകാശത്തിൽ നിന്നൊരു ഭക്ഷണത്തളിക ഇറക്കി കൊടുക്കണം. തകൂനു ലനാ ഈദൻ ലിഅവ്വലിനാ വആഖിരിനാ വആയതൻ മിൻക, അത് നിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ദൃഷ്ടാന്തമായിട്ട്. വർസുഖ്നാ വഅൻത ഖൈറുർ റാസിഖീൻ, അല്ലാഹുവേ നീ റാസിഖാൻ, മനുഷ്യർക്ക് റിസ്ക് കൊടുക്കുന്ന ആളാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി, ഖാല അല്ലാഹു ഇന്നി മുനസ്സിലുഹാ അലൈക്കും, നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ നിങ്ങൾക്ക് ഇറക്കിത്തരാം. പക്ഷെ ഫമൻ യക്ഫുർ ബഅദു മിൻകും, ഞാൻ ഭക്ഷണത്തളിക ഇറക്കിയതിന് ശേഷം നിങ്ങൾ ആരാണോ അത് നിഷേധിക്കുന്നത്, കളവാക്കുന്നത്, ഫഇന്നി ഉഅദ്ദിബുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ലോകത്താരെയും ശിക്ഷിക്കാത്ത രീതിയിൽ അതിനേക്കാൾ കഠിനമായിട്ട് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഒരു മുഅ്ജിസത്താണ് ആ ഒരു സംഭാഷണം. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്തു, അവർ പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ ഈസാ നബി അലൈഹിസ്സലാം ദഅവത്തോടുകൂടി മുന്നോട്ട് പോയി. അവസാനം യഹൂദികൾ ഒരു സ്ഥലത്തും ഈസാ നബി അലൈഹിസ്സലാമിനെ താമസിക്കാൻ അനുവദിച്ചില്ല. ഈസാ നബി അലൈഹിസ്സലാമും മറിയം ബീവിയും ഓരോ നാട് മാറി 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 സഞ്ചരിച്ചു. അവസാനം ദിമഷ്കിലെത്തി, ഡമാസ്കസിലെത്തി. അവിടേക്കും ജൂതന്മാരെത്തി. അവിടുത്തെ രാജാവിനെ കണ്ടു. അതായത് രണ്ടാൾക്കാർ വന്നിട്ടുണ്ട്, ഒന്നുകിൽ നമുക്ക് അവരെ വിട്ടുതരണം, അല്ലെങ്കിൽ അവരെ കൊല്ലണം. അവരുടെ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുന്നവരാണ്. ആ രാജാവിന്റെ സഹായത്തോടു കൂടി ഈസാ നബി അലൈഹിസ്സലാമിന്റെ വീട് അവർ രാത്രിക്ക് വളഞ്ഞു, ജൂതന്മാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഈസാ നബി അലൈഹിസ്സലാമും അനുചരന്മാരും അൽ ഹവാരിയൂൻ എന്നാണ് പറയാ.
റസൂലിന്റെ അനുചരന്മാർക്ക് സഹാബാക്കൾ നമ്മൾ പറയുമല്ലോ, അതേപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുചരന്മാർക്ക് അൽ ഹവാരിയൂൻ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആ ഹവാരികളുമായിട്ട് ഈസാ നബി അലൈഹിസ്സലാം ആ വീട്ടിലിരിക്കുന്ന സമയം വീട് ശത്രുക്കൾ വളർന്നു ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാൻ വേണ്ടി. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അയ്യുക്കും യുൽഖാ അലൈഹി ശിബ്ഹി, നിങ്ങളിൽ ആരാണ് എൻ്റെ രൂപം സ്വീകരിക്കാൻ തയ്യാറുള്ളത്? അങ്ങനെ സ്വീകരിക്കുകയും ഫയുഖ്തലു മകാനി, എൻ്റെ സ്ഥാനത്ത് കൊല്ലപ്പെടാനും എൻ്റെ രൂപം സ്വീകരിക്കാനും ആരാണ് സന്നദ്ധരായിട്ടുള്ളത്, ആരാണ് തയ്യാർ? അങ്ങനെ ചെയ്താൽ വയകൂനു മഅി ഫീ ദറജതി, നാളെ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ അവൻ എൻ്റെ സ്ഥാനത്തായിരിക്കും. അപ്പൊ ആ കൂട്ടത്തിലുണ്ടായിരുന്നു 12 ആൾക്കാരുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ എഴുന്നേറ്റ് വന്നു, പ്രവാചകനെ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം മടക്കി. വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു. അങ്ങനെ 3 പ്രാവശ്യം അവരോട് ചോദിച്ചു. 3 പ്രാവശ്യവും ആ പ്രായം കുറഞ്ഞ വ്യക്തി തന്നെ എഴുന്നേറ്റ് വന്നു. അവസാനം ഈസാ നബി അലൈഹിസ്സലാമിന്റെ രൂപം അദ്ദേഹത്തിലേക്ക് മാറി. അദ്ദേഹത്തിന്റെ രൂപം ഈസാ നബി അലൈഹിസ്സലാമിന്റെ രൂപമായി മാറി. വീടിന്റെ മുകൾ ഭാഗം തുറക്കപ്പെട്ടു, റൗസനത്ത്, അത് തുറക്കപ്പെട്ടു. ഈസാ നബി അലൈഹിസ്സലാമിന് ചെറിയൊരു മയക്കം ബാധിച്ചു. ഇരിക്കുകയായിരുന്നു, ഇരിക്കുന്നിടയിൽ നിന്നും ചെറിയൊരു മയക്കം ബാധിച്ചു. ആ മയക്കത്തിൽ ഈസാ നബി അലൈഹിസ്സലാം ഉടലോടെ ആകാശത്തേക്ക് ഉയർന്നു. അള്ളാഹു രക്ഷപ്പെടുത്തി. മറ്റവർ വന്നിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു. എന്നിട്ട് അവർ വാദിച്ചു, നമ്മൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊന്നു, ഈസയെ നമ്മൾ കൊന്നു. അവർ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. പക്ഷെ അല്ലാഹ് തിരുത്താണ്. വമാ ഖതലൂഹു, അവർ ഈസയെ കൊന്നിട്ടില്ല. വമാ സലബൂഹു, അവർ ഈസയെ കുരിശിൽ തറച്ചിട്ടുമില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, പക്ഷെ അവർക്ക് സദൃശ്യമാക്കപ്പെടുകയായിരുന്നു. അവർ ഒന്നും ചെയ്തിട്ടില്ല. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസയെ അല്ലാഹുവിലേക്ക് ഉയർത്തി. വകാന അല്ലാഹു അസീസൻ ഹകീമ, അല്ലാഹു യുക്തിമാനാണ്, അല്ലാഹു നീതിമാനാണ്. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക്. പക്ഷെ ഈസാ നബി അലൈഹിസ്സലാം ഇന്നും ആകാശ ലോകത്ത് ജീവിച്ചിരിക്കുന്നു, മരണപ്പെട്ടിട്ടില്ല. അതിന് തെളിവ് എന്താണ്? ഖുർആന്റെ ഒരു ആയത്താണ്, വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി. ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്, എല്ലാ അഹ്ലി കിതാബുകാരും ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കും. ഖബ്ല മൗതിഹി, ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെടുന്നതിന്റെ മുമ്പ്. അതിനർത്ഥം ഇപ്പം മരണപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായിട്ട് ഇറങ്ങി വരും. ആ ഇറങ്ങി വന്നാൽ എല്ലാ അഹ്ലി കിതാബുകാരും, ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ എന്ത് ചെയ്യും? ഈസാ നബി അലൈഹിസ്സലാമിൽ വിശ്വസിക്കും. ഈസാ നബി അലൈഹിസ്സലാം സാധാരണ മനുഷ്യര് മരണപ്പെടുന്നത് പോലെ മരിക്കുന്നതിന്റെ മുമ്പായിട്ട് അഹ്ലി കിതാബുകാര് വിശ്വസിക്കും. ഈ ആയത്താണ് തെളിവ്. എന്തിന്? ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടില്ല, ആകാശ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. ഇതാണ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിന്റെ ആദ്യത്തെ ഭാഗം. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഭാഗം ഖിയാമത്ത് നാളിന് മുന്നോടിയായിട്ട് ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ആ ഇറങ്ങി വരുന്ന രൂപം, എവിടെയാണ് ഇറങ്ങി വരിക, ഇറങ്ങി വന്നിട്ട് എന്താണ് ചെയ്യുക, പിന്നെ എങ്ങനെയാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്, അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.